ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയായ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 34ാം ദേശീയ സമ്മേളനം ബാംഗ്ലൂർ ഷെട്ടിഹള്ളി കഥാരംഗം ഹാളിൽ നടത്തി. GST ബിൽ നൽകാത്ത കച്ചവടക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും GST സമ്പ്രദായം ഉപഭോക്താക്കൾക്ക് ഗുണകരമാകും വിധം ലഘൂകരിക്കണമെന്നും സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. റെയിൽവേ യാത്രയിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന RAC എടുത്തുകളയണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് ശശിധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിവിൽ കോടതിയിൽ പോയിട്ട് നമുക്ക് അവിടെ കിട്ടുന്ന ജഡ്ജ്മെന്റ് അനുസരിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ എക്സിക്യൂഷൻ കോർട്ടിൽ നമ്മൾ ഇതിൻ്റെ ഓർഡറും പിന്നെ കോർട്ടിൽ നിന്ന് ഓർഡർ അയക്കും. അവർ വേണ്ടുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യും. പക്ഷേങ്കിൽ ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദാറ്റ് പ്രൊസീജിയർ. ആ പ്രൊസീജിയർ പണ്ട് നടന്ന പോലെ തന്നെ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ അന്ന് നിയമം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് 3 തരത്തിലുള്ള ഫോറമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറമാണ്. ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ കൺസ്യൂമർ ഫോറമുണ്ട്. അവിടെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം. ആ ഡിസ്ട്രിക്ട് ഫോറം കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് ഫോറമാണ്, സ്റ്റേറ്റ് കമ്മീഷനാണ്. സ്റ്റേറ്റ് കമ്മീഷനിലെ അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ ഓർഡർ അഗൻസ്റ്റ് അപ്പീൽ അവിടെ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നാഷണൽ കമ്മീഷനാണ്. നാഷണൽ കമ്മീഷനിൽ സ്റ്റേറ്റ് കമ്മീഷൻ്റെ ഓർഡറിന് അഗൻസ്റ്റായിട്ട് നമുക്ക് ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കമ്മീഷനിൽ ഫയൽ ചെയ്യുന്നതിന് ലിമിറ്റേഷനുണ്ട്. 20 ലക്ഷം രൂപ വരെയുള്ള കേസുകൾ മാത്രമേ അവിടെ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്ട് കമ്മീഷൻ്റെ ഇത് കഴിഞ്ഞ് സ്റ്റേറ്റ് കമ്മീഷൻ്റെ ഇതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1 കോടി വരെയുള്ള കോമ്പൻസേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഫയൽ ചെയ്യും. അത് കഴിഞ്ഞുള്ള എമൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നാഷണൽ കമ്മീഷനിൽ ഡയറക്റ്റ് നമുക്ക് ഫയൽ ചെയ്യും. അതാണ് ഇതിൻ്റെ 3 കടമ്പ എന്ന് പറയുന്നത്. ഇതാണ്. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. അതിന് കാണുന്നത് സോ മെനി ഓർഗനൈസേഷൻസ് കാണാൻ പറ്റും. അതിൽ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും ഒരു നല്ല ഓർഗനൈസേഷനായിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ സംഘടന എന്ന് അവകാശപ്പെടുന്ന കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് ഇവിടെ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും 2000-ഓളം ലൈഫ് മെമ്പേഴ്സേ ഉള്ളൂ. 2000-ഓളം ലൈഫ് മെമ്പേഴ്സ് ആജീവനാന്താംഗങ്ങൾ. അതിൽ കേരളത്തിൽ 1300 പീപ്പിൾ ഫ്രം കേരള ആൻഡ് അതേഴ്സ് ഫ്രം തമിഴ്നാട്, കർണാടക, കൽക്കട്ട, വെസ്റ്റ് ബംഗാൾ, ഡൽഹി ആൻഡ് മഹാരാഷ്ട്ര. ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അവിടെയുള്ളവരൊക്കെ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ കർണാടക സ്റ്റേറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനിപ്പോൾ ഏറെക്കുറെ ഒരു 8-9 സംസ്ഥാനത്ത് ഞാൻ ഇതിൻ്റെ പ്രചാരണമായി ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. കൺസ്യൂമർ സംഘടനയുടെ പ്രചാരണം നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ഞാനൊരു 8-9 സംസ്ഥാനത്ത് പോയിട്ടുണ്ട്. സംഘടനയുടെ ആദ്യകാലം മുതൽ നേതൃനിരയിൽ പ്രവർത്തിച്ചു വരുന്ന TK രവീന്ദ്രൻ, K കവിത, T രംഗയ്യ എന്നിവരെ തദവസരത്തിൽ അദ്ദേഹം ഉപഹാരം നൽകി ആദരിച്ചു. ദേശീയ നേതാക്കളായ KA ഗോവിന്ദൻ, ഡോക്ടർ VN രമ, ഉഷ രാമചന്ദ്രൻ, സംസ്ഥാന നേതാക്കളായ S ശിവകുമാർ, ട്രിച്ചി, N കാളിമുത്തു തെൻകാശി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. അവാർഡ് ജേതാക്കളായ TK രവീന്ദ്രൻ, K കവിത, T രംഗയ്യ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി പ്രൊഫസർ R ഹരിദാസ് റിപ്പോർട്ടും ട്രഷറർ ജോർജ് തോമസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് വിനായകമൂർത്തി ഉപഭോക്തൃ സംരക്ഷണം ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം ചെയ്തു. VR ശക്തിവേൽ, V ഗണേശൻ, KH സിദ്ദിഖ്, സാലി തോമസ്, നിർമ്മല കോലഴി, സന്ധ്യ അറയ്ക്കൽ, A അറുമുഖം, MP ശ്രീനിവാസൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ദേശീയ ഭാരവാഹികളായി പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ ചെയർമാൻ, KA ഗോവിന്ദൻ, ഡോക്ടർ VN രമ വൈസ് ചെയർമാൻമാർ, പ്രൊഫസർ R ഹരിദാസ് ജനറൽ സെക്രട്ടറി, K നന്ദകുമാർ, N കാളിമുത്തു ജോയിന്റ് സെക്രട്ടറിമാർ, ജോർജ് തോമസ് ട്രഷറർ, ഉഷ രാമചന്ദ്രൻ വനിതാ ചെയർപേഴ്സൺ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രൊഫസർ R ഹരിദാസ്, VN രമ എന്നിവർ അവതരിപ്പിച്ച മ്യൂസിക്കൽ മാജിക് വളരെ ശ്രദ്ധേയമായി. നിർമ്മല കോലഴിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ ജോയിന്റ് സെക്രട്ടറി K നന്ദകുമാർ സ്വാഗതവും രാധാകൃഷ്ണൻ പാറപ്പുറം നന്ദിയും പറഞ്ഞു.
ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.